ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അവർ ന്യൂ Q&A വീഡിയോ. ഞാൻ Q&A ഇതിട്ടിട്ട് ഇന്നൊക്കെ 5 ദിവസമായി. അപ്പോൾ കുറച്ച് തിരക്കേനുണ്ട്, കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇന്ന് ഫ്രീ ഇട്ടിപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്യാരിച്ച്. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യം ടോട്ടലി 277 ചോദ്യം ഉണ്ട്. അതിലെല്ലാം ഞാൻ നോക്കി. നിങ്ങൾക്ക് കറണ്ട് എന്തൊക്കെ, ഷാഹിദിൻ്റെ ഏജ്, ഷാഹിദിൻ്റെ എന്താ പരിപാടി, പഠിക്കുന്നുണ്ടോ, അതുപോലെ ലൈനുണ്ടോ, ഞാൻ ഫുൾ ഓപ്പൺ ആയി പറഞ്ഞു, നിങ്ങൾക്ക് പേടിയേനില്ല. ലൈനുണ്ടോ, ഭാവിയിൽ എന്താ പ്ലാൻ, യൂട്യൂബ് തുടങ്ങാൻ ചാൻസ് ഉണ്ടോ, അതുപോലെ തന്നെ അജ്മലിന്റെ ഏജ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ സകലമാന സാധനവും ഇന്റെ വീഡിയോയിൽ ഞാൻ കണ്ടു. അല്ല, ഇതിന്റെ കുറെ കമന്റ് ഞാൻ കണ്ടു. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങിയാലോ. പിന്നെ ഡ്രീം കാർ ഏതാ, ഡ്രീം ബൈക്ക് ഏതാ, അങ്ങനെ ഇഷ്ടം പോലെ കട്ടെടുക്കുന്ന സാധനം എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യുന്ന വീഡിയോ സ്ക്രിപ്റ്റ് ആണോ, അങ്ങനെ സകലമാന സാധനവും ഇന്ന് നമ്മൾ വ്യക്തമായി വെണ്ടക്കാശ്വരത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. വെൽക്കം ബാക്ക് അവർ ഇതൊക്കെ എന്ത്. അപ്പോൾ നമുക്കത് തുടങ്ങാം. സ്ഥലം ഒക്കെ പാടെ പറഞ്ഞ എവിടുന്ന് തുടങ്ങി, എനിക്ക് തന്നെ കൺഫ്യൂഷൻ. ഇത് നോക്കിയിട്ട് എത്രമാതിരി കമന്റ് അറിയോ, ഏജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ശരി തരാം. അപ്പോ തുടങ്ങട്ടാ. അപ്പോ ഫസ്റ്റ് ഞാൻ ഇന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് മുഹമ്മദ് ഷാഹിദ് അഫ്രീദി. അതായത് എന്റെ വലിപ്പ ഭയങ്കര ക്രിക്കറ്റിന്റെ പിരാന്തിന്, അങ്ങനെയാണ് എനിക്ക് അഫ്രീദി എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ എന്റെ ഫുൾ പേര് മുഹമ്മദ് ഷാഹിദ് അഫ്രീദി എന്നാണ്. നിങ്ങൾ ഷാഹിദ് ഖാ വിളിച്ചാൽ മതി, നന്ദിയുണ്ടേ, അങ്ങനെയൊക്കെ മതി. അപ്പോൾ ഓരോന്ന് തുടങ്ങിയാലോ. ഇതിന്റെ കറക്റ്റ് സ്ഥലം വരുന്നത്, ഞാനും അജ്മലും അൽവാസികളാണ്, ഞങ്ങളെങ്ങനെ പരിചയപ്പെട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ കറക്റ്റ് സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കൽ ചങ്കുവെട്ടിക്കുണ്ട് അറിയും. അതായത് മലപ്പുറം കോട്ടക്കൽ ചങ്കുവെട്ടി പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്, അതിന്റെ താഴത്തേക്ക് ഒരു കുണ്ടുണ്ട്, അതിനാണ് ചങ്കുവെട്ടി കൊണ്ട് വരാം. ഇതാണ് ഞങ്ങളെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് അടിച്ചു നോക്കണി, മലപ്പുറം കോട്ടക്കൽ ചങ്കുവെട്ടി എന്ന് അടിച്ചാൽ, ഈ കോട്ടക്കൽ ചങ്കുവെട്ടി അടിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര ദൂരം ഉണ്ട് നിങ്ങളെ പെരയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അവിടെ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ എത്ര ഏജായി ചോദിക്കുന്നുണ്ട്, എത്ര കണ്ടാൽ എത്ര തോന്നും, ഞാൻ തന്തപ്പൊടി ആയിക്കണോ. ഞാൻ ഇപ്പോൾ കുറച്ച് തടി കൂടിയില്ലെങ്കിൽ ഭയങ്കര ലുക്ക് ചെയ്യുന്നു. എനിക്ക് കറക്റ്റ് ഇപ്പോൾ 23 ആയി, 23 വയസ്സായിരിക്കുന്നു. ആഘോഷിക്ക്, ആർഭാദിക്ക്. പിന്നെ ഞാൻ ഇട്ട പോസ്റ്റ് ആണ് എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കണ വെച്ചിട്ട് കൈതാളം, ഞാൻ വല്ല പ്രമോഷന് പോകുമ്പോഴേ ഡ്രസ്സാണത്, അതിട്ട് വെറുതെ ഫോട്ടോ എടുത്തപ്പോൾ കല്യാണമായോ, ഇവിടുന്ന് പെണ്ണിട്ടി, അങ്ങനെ ചോദിച്ചാൽ പാടിയാ. നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ് ഇപ്പോഴും, കുറച്ച് വയസ്സായിട്ടുള്ളൂ. അപ്പോൾ കുറയുന്നു. അപ്പോൾ 23 വയസ്സാണ്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ഇത് നോക്കിയാണ് തുടങ്ങുക. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ, ഫാമിലി ആരൊക്കെയുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഫാമിലിനെ പരിചയപ്പെടുത്താം. അജ്മൽ ഇല്ല എൻ്റെ ഒപ്പം. അപ്പോൾ എൻ്റെ അജ്മൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓനെ കുറിച്ച് അങ്ങനെ പറയുന്നത്, ഒരാളില്ലാതെ നമ്മൾ ഓൻ്റെ കാര്യങ്ങൾ പറയുന്നത് മോശമല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഓൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ഓനോട് ഈ കാര്യം ഏറ്റവും നല്ല, ഓന് ലൈനും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഓനോട് ഈ കാര്യം. മറ്റേത് ഒരാളില്ലാതെ നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നത് ഭയങ്കര മോശമല്ലേ. അങ്ങനെയല്ലേ ദേവസേന, അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. എനിക്ക് എക്സിക്ക് ലൈനൊക്കെ ഉണ്ടായിരുന്നു, എക്സൊക്കെ ഇപ്പം പറയാ, നമ്മൾ ഇത് കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ, എൻ്റെ ഫാമിലിയിൽ ആകെ 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന് ഞാൻ, ഒന്നൊരു പെങ്ങള്, ഒന്നൊരു ഇമ്മ. പെങ്ങൾ ഓൾമോസ്റ്റ് കല്യാണം കഴിഞ്ഞ് അളിയൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്ത് നടക്കണു. പിന്നെ ഒരു ഇമ്മയുള്ളത്. ഞാൻ ഫോട്ടോ കാണിച്ചാൽ ഫാമിലി ഫോട്ടോ ഉണ്ട്. ഫാമിലി ഫോട്ടോ മണി ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ കൊടുക്കാം. ആ പണ്ടെങ്ങാനും എടുത്ത ഫോട്ടോ ആണ്. ഇതാണ് ഞങ്ങളെ 3 ആള്. ഞാൻ, ഇമ്മ, പെങ്ങൾ, അങ്ങനെ ചെറിയ ഫാമിലിയാണ്. ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ നിലവിൽ 2 ആളുള്ളൂ. എനിക്ക് ഇപ്പം ഉണ്ടായത്, ഇപ്പം എൻ്റെ ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ ഇപ്പം ആക്സിഡന്റ് ആയിട്ട് മരിച്ചത്. അതിൻ്റെ ശേഷം ഞങ്ങൾ ഫാമിലി വെറും 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. സാഡ് മൊമെന്റ്, കുറച്ചു നേരം കാര്യ അങ്ങനെ നീടാ കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനോർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫാമിലി ഇത്രയാണ് വരുന്നത്. ഓൺലി 3 ആൾ. ഇപ്പം നിലവിൽ ഞങ്ങൾ 2 ആൾ, ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. ചെറിയ ഫാമിലി, അച്ചടക്കത്തോട് കൂടിയ ദീനീപരമായ ഒരു ഫാമിലി. ഓക്കെ, അപ്പോൾ ഫാമിലിനെ കുറിച്ച് കിട്ടിയല്ലോ. ഇനി എന്താണ്, ഇനി നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ 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 എവിടെ തുടങ്ങി, ആ കൺഫ്യൂഷൻ ആയല്ലോ. എത്ര പഠിച്ചോനെ, അല്ലാതെ എങ്ങനെ എന്തൊക്കെയാ എവിടെന്നൊക്കെ പറയാ. ഞാൻ ഒരു വാത്തും തുടങ്ങി, എനിക്ക് അങ്ങനെ പറയാമെന്ന് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഷാഹിദ് കമ്മിറ്റഡ് ആണോ എന്ന് എല്ലാവരും ചോദിച്ചു. 100ഓളം ഫ്രണ്ട്സുകൾ എന്നോട് ചോദിച്ചു, ഷാഹിദ് കമ്മിറ്റഡ് ആണോ, കമ്മിറ്റഡ് ആണെന്ന്. അതിന് ഉത്തരം ഷാഹിദ് കമ്മിറ്റഡ് അല്ല. ഷാഹിദ് കമ്മിറ്റഡ് ആയിരുന്നു, ഇപ്പൊ ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് അങ്ങടക്ക ഇരിക്കുമല്ലേ. ഇതിനൊക്കെ ഉണ്ടായിരുന്നു അനുരാഗത്തിൻ വേളയിൽ, പിന്നെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. അതിന് ശേഷം ഷാഹിദിന് ആകെ ലൈഫിൽ ഒരു പ്രണയ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതിന് ഒരു 1 ഇയർ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. ഒരു കൊല്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തെറ്റി പിരിച്ചിട്ട് ഞങ്ങൾ മറ്റേ നിങ്ങളെ മാതിരി ബ്ലോക്ക് ചെയ്തിട്ടാണ്ട് മുണ്ടാതെ അങ്ങനെ തെറ്റി നടക്കലൊന്നുമില്ല. കുറച്ച്
സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. അനൂര് അപ്പൊ എനിക്കൊരു എക്സ് ഉണ്ടടാ, ഇവളെ എക്സ്. ഇപ്പൊ എനിക്ക് ആ ലൈനി ഇവളെ അനിയനെ രസം എന്താ അറിയോ, ഇവളെ അനിയൻ ഇവള് പെങ്ങളൊക്കെ എന്റെ വീഡിയോ കാണലുണ്ട്. ചിലപ്പോ ഇവളെ അനിയൻ ഈ വീഡിയോ കാണുന്നുണ്ടാവോ. എനിക്ക് താത്തന്നെ ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് ഷാഹിദ് നിങ്ങളെ ലൈനല്ലേ വെറുതെ പറഞ്ഞാൽ ഈ കാര്യം ഇപ്പൊ ചോദിച്ചില്ലേ മക്കളെ. അപ്പോ എന്റെ റിലേഷൻ നോക്കുകയാണെങ്കിൽ നിലവിൽ ഷാഹിദ് സിംഗിൾ ആണ്. പക്ഷെ എനിക്ക് സത്യം പറയല്ല ഇപ്പൊ കമ്മിറ്റഡ് ആവും യാതൊരു താല്പര്യമില്ല. കാരണം ഇത് ലൈഫ് ഫോക്കസ് ആയിട്ടാ, നമ്മൾ കരിയർ ബിൽഡ് ചെയ്യുന്ന ടൈം എന്നോ അയക്കണേ, ഞാൻ അപ്പൊ കളിച്ച് നടക്കുക ഇങ്ങനെ. അപ്പോ ഇപ്പൊ റിലേഷൻ കിട്ടിയല്ലോ, ഏജ് കിട്ടിയല്ലോ, കറക്റ്റ് 23 വയസ്സ്. ഷാഹിദ് കമ്മിറ്റഡ് ആണോ? അങ്ങനെ ഓക്കെ. പിന്നെന്താ, രണ്ടാൾ ഹൗസിന്റെ ലൊക്കേഷൻ പറഞ്ഞു. ഫാമിലി മെമ്പേഴ്സ് എന്റെ ഫാമിലിയിൽ 3 നമുക്ക് അജ്മലിനോട് ഓന്റെ ചാനലിൽ ഒരു Q&A ഇടാൻ പറയാം. അങ്ങ് ഓന്റെ ഫുൾ ഡീറ്റെയിൽസും അതിൽ പറഞ്ഞുതരും. അതല്ല നല്ലത് ഞാൻ പറഞ്ഞേക്കാളും. എന്റെ ഫാമിലിയിൽ 3 ജോബാണോ അതോ സ്റ്റഡി ആണോ? ഞാനിപ്പോൾ നിലവിൽ ഞാൻ മാർക്കറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗിലായിരുന്നു, നമ്മുടെ ഹാരിസ് ഖാന്റെ ഷോപ്പിലൊക്കെ മാർക്കറ്റിംഗ് ആയിട്ട് വർക്ക്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ വീഡിയോ എടുത്ത് കാര്യമെടുത്ത് പോവാണ്. വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഓരോ ചലഞ്ചിങ്ങിന്റെ വീഡിയോ ഇല്ലേ, അത് പക്കാ സ്ക്രിപ്റ്റാണ്. ഇനി അത് കണ്ടിങ്ങനെ ഓരോരുത്തർ തുള്ളാൻ നിൽക്കണ്ട. അങ്ങനെ ആ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് കയറ്റിയിട്ട് അത് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റയിൽ ഇടും, ഇങ്ങോട്ട് യൂട്യൂബിലിടും. ഞങ്ങൾ പരസ്യം ചെയ്യണം, അല്ലാതെ പക്ഷെ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആണ്. അതാണ് ഞങ്ങളെ ഇപ്പൊ ഞാൻ നിലവിൽ എനിക്ക് വീഡിയോ എടുക്കുന്ന പരിപാടി. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഓക്കെയാണ്, വിളിച്ചിട്ടുണ്ട് നമുക്ക് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഠിത്തം കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ടോട്ടലി കംപ്ലീറ്റ്, എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മണി കാണിച്ചു തരാം. ഏകദേശം 2023 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ട്രെയിനിങ്ങിനൊക്കെ പോയിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡ് ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടുതൽ ഇതിനൊന്നും പോയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കണ്, കാണിച്ചു തരാം. ഇവിടെ ഉണ്ടടാ സർട്ടിഫിക്കറ്റ്. This is my government certificate. അങ്ങനെ ഞാൻ പൊലിവാക്കണില്ലേ, നിങ്ങൾക്ക് കാണും അറിയില്ല. ഇതാണ് എന്റെ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ചെക്കന് കല്യാണ ആലോചന. ഓക്കെ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ ദിസ് വൺ. ഇതാണ് എന്റെ ക്വാളിഫിക്കേഷൻ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഞാൻ വലിയ തന്തായി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അപ്പോ പഠിക്കാണോ ജോലി ചെയ്യാനുള്ള കിട്ടിയില്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ. അപ്പോ ഞാൻ ജോലി ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ നിലവിൽ കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്, നിങ്ങൾക്ക് അറിയാലോ, ഒരാളെ കടയിൽ ഒരാളെ കീഴിൽ നമ്മൾ എത്ര നിന്നാലും ഒരു ലിമിറ്റ് ഉണ്ടാവും. സ്വന്തമായിട്ട് ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ശ്രമിച്ചു നോക്കാം. കാരണം ഒരു 25 വയസ്സ് നമ്മളൊരു ഫാമിലി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനൊന്നും പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാറില്ല. കാരണം ചിലപ്പോൾ ഒരു കുടുംബം ഒരു ബാധ്യത ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര റിസ്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ടൈമിൽ മാക്സിമം നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റുമോ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹോം ടൂറൊക്കെ പിന്നെ കാണിച്ചിട്ടുണ്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. ഇവിടെ ഫുൾ സെറ്റപ്പാണ്, നിങ്ങളുടെ ഇതൊന്നും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് സമാധാനത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മാക്സിമം സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ ഈ വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബ് ഇടല്ലോ, അപ്പോൾ യൂട്യൂബിൽ നിന്നും യൂട്യൂബ് ഒക്കെ പറഞ്ഞുതരാം, ഏണിങ്സ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിലവിൽ ഇപ്പോൾ വരുമാനം ഇൻസ്റ്റയുള്ള പ്രൊമോഷൻ ഉണ്ട്, അതെടുത്ത് യൂട്യൂബിന് കുറച്ചേ ഉള്ളൂ. നിങ്ങളെ മാരിയതല്ല, യൂട്യൂബ് തെണ്ടികളാണ്, വളരെ കുറ്റന്മാരടിയാം. പിന്നെ ഫേവറേറ്റ് പ്ലേസ്, എനിക്കങ്ങനെ ഫേവറേറ്റ് ആയിട്ട് പ്ലേസ് ഇല്ലടാ. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഈറയാണ്. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഇങ്ങനെ കുറച്ച് ഭയങ്കര അങ്ങനൊന്നുമില്ല. ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പോകുമ്പോഴാണോ സന്തോഷം കിട്ടണത്. ചിലപ്പോൾ കുറേ പൈസ ഒടിക്കാണ്ട് ചിലർക്ക് ലഡാക്കിലും മണാലിയിലൊക്കെ പോകേണ്ടി വരും. ചിലവർക്ക് എന്ത് ചെയ്യും, വല്ല കടലിൻ്റെ അവിടെ വർക്കൗട്ട് ചെയ്യും. നമ്മളെവിടെയാണോ പോകുന്നത്, നമ്മൾ ഒരു ഫേവറേറ്റ് പ്ലേസിലേക്ക് പോകുന്നത്, നമ്മളത് കണ്ട് സന്തോഷം ഉണ്ടാകാൻ സമാധാനം ഉണ്ടാകാൻ. എനിക്ക് എവിടെ പോയാലാണോ സമാധാനം ഉണ്ടാവുക അവിടെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിരിക്കും. അങ്ങനെ എടുത്ത് പറയാൻ മാത്രമുള്ള പ്ലേസ് ഒന്നും ഇല്ലടാ. ഇങ്ങനെ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയൊന്നുമില്ല. എവിടെ പോയാലും എനിക്ക് അത്ര ഓവർ ട്രാവൽ ചെയ്തിട്ടുള്ള ആളൊന്നുമില്ല. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം മുതലേ ഫ്രീ ഫയർ ഒക്കെ കളിച്ചു. ഞാൻ നല്ല ഫ്രീ ഫയർ കളിച്ചു ആദ്യമായിട്ടാ. അങ്ങനെ ഫ്രീ ഫയർ ഒക്കെ കളിച്ചതിന് സുനാപ്പി നടക്കുന്ന ടൈമിൽ എൻ്റെ ചങ്ങായി ഉണ്ടായിരുന്നു. അന്ന് ഫ്രീ ഫയറിന്റെ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. എൻ്റെ ഒരു ചങ്ങായി ഉണ്ട്, ജിന്നീസിയർ, നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ടോ അറിയില്ല. ഫ്രീ ഫയർ കണ്ടന്റ് ഒക്കെ അങ്ങനെ കണ്ടുകൊണ്ട് എനിക്ക് യൂട്യൂബർ ആയ ഭയങ്കര പൂതി തന്നെ. പക്ഷേ ആഫ്റ്റർ എ ലോങ് ടൈം, ഒരുപാട് കാലത്തിന് ശേഷം പഠിച്ചോൻ ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നത്. ഇപ്പൊ നമുക്ക് പ്ലേ ബട്ടനൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെറിയ യൂട്യൂബർ അല്ല, അറിയപ്പെടുന്ന യൂട്യൂബർ. ഓക്കെ, അപ്പോൾ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം, യൂട്യൂബിൽ ഞാൻ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം കഷ്ടപ്പെട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറും. പിന്നെ ആകെ ഷോർട്സ് നടാ ഒരു 100K വ്യൂ വന്നാൽ ജസ്റ്റ് $1 യൂട്യൂബ് തരല്. അതെന്ന് പറഞ്ഞാൽ $1 ഇപ്പോഴത്തെ നിലവിലെ വില 95 രൂപ. ഇത് മാത്രമേ തരുള്ളൂ.
അതായത് ഒരു $100 ആകുമ്പോൾ പോലെ നമ്മൾ അക്കൗണ്ടിൽ കിട്ടരും. $100 പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8,000 റുപ്യ 9,000 റുപ്യ എന്തോ ഓൾമോസ്റ്റ് അത്രയൊക്കെ വരുള്ളൂ. അത് ഞാൻ വെറുതെ ഇൻസ്റ്റ ഇടുന്ന ഷോർട്സ് ഞങ്ങൾക്ക് യൂട്യൂബ് ഇടുന്നതാണ്, നിങ്ങൾക്കൊന്ന് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ വെച്ചിട്ട്. അത്ര ഞാൻ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പൈസ ഉണ്ടാക്കണേ എന്താ നിങ്ങൾ വ്ളോഗ് ഇട്ടിട്ട് കുറച്ച് മെനക്കെടാ, അധ്വാനിച്ചവർക്ക് മാത്രം കിട്ടുള്ളൂ. പണ്ടത്തെ മാതിരി വെറുതെ നിന്നിട്ട് അത് യൂട്യൂബിൽ നിന്ന് കിട്ടൂല. അപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കണം, മനക്കിട്ട് വ്ളോഗ് ചെയ്ത് തന്നെ നിൽക്കണം, ഫുൾ ടൈം എത്തിക്ക് നിന്നിട്ട് അനാൻസൊക്കെ ചെയ്യണം മാതിരി, എന്നാലേ പൈസ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല കാര്യമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞു, യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം പറഞ്ഞു. പിന്നെ അത് പേര് നിങ്ങൾ പറയലിട്ട, അത് ബിനു സത്യ, അതോ ഇത് കുറെ പേരുണ്ടാ, നിങ്ങൾ സ്പാമനോടൊന്നും തോന്നല്ലേ. പിന്നെ ഡ്രീം കാർ, അതിനെ കുറിച്ച് പറഞ്ഞുതരാം. പാഷൻ ഓക്കെ. ഡ്രീം കാർ എനിക്ക് ഡ്രീം കാർ എന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനെ വലിയ കാറൊന്നുമില്ല. എനിക്ക് എടുക്കാൻ താല്പര്യം, എൻ്റെ അടുത്തൊരു കാർ ഉണ്ട്, എടുക്കാൻ താല്പര്യം ഉള്ളത് ഒരു ഡ്രീം കാർ. എനിക്ക് BMW M4 കോമ്പറ്റീഷൻ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല രസമിനെ കാണാൻ നല്ല രസമാണ്. എനിക്ക് BM M4 കോമ്പറ്റീഷൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓൾമോസ്റ്റ് കാറിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ കാറിനോട് വലിയ ക്രൈസ് ഇല്ല. BM ആ ഒരു M4 കോമ്പറ്റീഷൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നോർമൽ നോക്കുകയാണെങ്കിൽ താറ് ഇഷ്ടമാണ്, നിങ്ങളെല്ലാവരും പറയാം താറ് ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ ഒരു എക്സ്പ്രസ് ഉണ്ട്, അതൊക്കെ മതി, എനിക്ക് അങ്ങനെ വലിയ പൊലിവൊന്നുമില്ല. പിന്നെ ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞാല് എനിക്ക് ബൈക്കിന് അത്ര ക്രൈസ് തരുന്ന സാധനമില്ല. ബൈക്ക് ഇനി ക്രൈസ് ഉണ്ട് എനിക്കിപ്പോ ഇവിടെ നിങ്ങളാണ്, ഇതിന്റെ പടക്കുതിര ഉണ്ട്, എൻ്റെ ആക്സസ് ഉണ്ട്, വേറെ ആക്സസ് ഉണ്ട്. പിന്നെ ബൈക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബൈക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇത് ഇഷ്ടം, ഇതാ TVS എന്തൊരു പേര്, ആ കുന്നുമലൊക്കെ കയറുന്ന ഒരു ബൈക്ക് ഉണ്ടല്ലോ, എസ്പൾസ്. എസ്പൾസ് ഭയങ്കര ഇഷ്ടം. എസ്പൾസ് വലിയ വില ഒന്നുമില്ല, 2.5 വലിയ വില എന്നല്ല, നമുക്ക് പൈസ ഉണ്ട്, 2.5 ലക്ഷം അത്ര ഒന്നും വരുന്നു. പക്ഷെ എനിക്ക് ആ ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം നമുക്ക് എടുക്കാം, അപ്പൊ കുറച്ച് പരിപാടികളൊക്കെ പൈസ ലാഞ്ച് കയ്യില പൈസ നമ്മൾ എടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഡ്രീം ബൈക്ക്. ഡ്രീം കരിയർ എന്ന് പറഞ്ഞാല് അത് നല്ലൊരു ചോദ്യം. എനിക്ക് യൂട്യൂബറായിട്ട് പോകണമെന്ന് അങ്ങനെ വലിയ ഒരു സുനാപ്പിയുള്ള ആളൊന്നുമല്ല, അത്ര ഇതൊന്നുമല്ല. ഈ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫീൽഡ് പെട്ടെന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം വരും. ഈ ഫീൽഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, യൂട്യൂബർ ഫീൽഡ്. പിന്നെ അതുപോലത്തെ ഒരു ഡ്രീം ഫീൽഡ് ബിസിനസ് ചെയ്യാനും ചെറിയ എന്തെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങി ടൈം റിസ്ക് എടുത്ത് അതിങ്ങനെ ഗ്രോത്ത് ചെയ്ത് കൊണ്ടുവരിക, അത് വളർത്തി കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒരാളെ കീഴില് പണിയെടുക്കാൻ വലിയ ഇഷ്ടമല്ല. അതായത് വച്ചിട്ട് പണിയെടുക്കാൻ മടിയല്ല. ഞാൻ ഒരുപാട് കാലം ഓരോരുത്തരുടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുപ്പം മുതലേ എനിക്കറിയാം, ഒരു ഫാദർ ഇല്ലാഞ്ഞാല് നമുക്ക് ഈ കാര്യം വീട്ടിലത്തെ ബാധ്യതയൊക്കെ വരിക. അപ്പോൾ ഒരുപാട് കാലം ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഏണിങ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ മനക്കെട്ട് ഇറങ്ങണം. മറ്റേ നമ്മളെ ടൈം പോവും, പൈസ ഒക്കെ, പക്ഷെ നമുക്ക് കൂടുതലൊന്നും ഉണ്ടാക്കണമെന്നല്ല, സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ മെച്ചം തരാം. നമുക്ക് റിസ്ക് എടുക്കാൻ തോന്നും, അതായത് നമുക്ക് ഉഴപ്പാ ഒരിക്കലും തോന്നില്ല സ്വന്തം പരിപാടിയാകുമ്പോൾ. അതാണ് അത് പാഷൻ. പിന്നെ ഹോബീസ്, നല്ലൊരു ചോദ്യം. ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രീ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിച്ചിന് ഇഷ്ടമല്ല, നിങ്ങൾ അറിയണം, ക്രിക്കറ്റ് കളിച്ചിന് ഇഷ്ടമല്ല, ഫുട്ബോൾ കളിക്കുന്ന ഇഷ്ടമല്ല. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം എന്താ പറയുക, ഞാൻ ആദ്യം നല്ല ഉണ്ടപ്പം നല്ല തടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ പിന്നെ കുട്ടികളൊക്കെ കളിക്കും. അപ്പം എനിക്ക് അതിനുശേഷം ഗ്രൗണ്ടിൽ പോകാനൊക്കെ മടിയാണ്. അങ്ങനെ എന്ത് ചെയ്യും, എനിക്ക് ഫുട്ബോളൊന്നും അങ്ങനെ ഇഷ്ടമല്ലാതായി. പിന്നെ എന്താ വെച്ചാല് എന്താ പനി പറയാ, അങ്ങനെ പിന്നെ അതിന്റെ ശേഷം ഞാൻ ഇങ്ങനത്തെ ഇതിനൊന്നും പോലില്ല, പന്തളിച്ചാനും ഇതിനൊന്നും പോലില്ല. പിന്നെ ഞാൻ കുറച്ച് മനക്കെട്ട്, ഞാൻ ഇതിനെക്കാട്ടി തടി കുറച്ച് അതിന്റെ ശേഷം എനിക്ക് ഹോബി എന്ന് പറഞ്ഞാല് ഗെയിംസിലാണ്, ഷട്ടിൽ കളിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മൂവി പറഞ്ഞാൽ അങ്ങനെ എല്ലാം കാണില്ല. അപ്പൊ ഞാൻ നിലവിൽ ലോസ്റ്റ് സീരീസ് ഉണ്ടല്ലോ, ലോസ്റ്റ് നല്ല രസമാണ്, കൺട്രോൾ സൂപ്പർ സാധനം. ലോസ്റ്റത്തെ ഒരു സീരീസ് കാണുന്നുണ്ട്. അതുപോലെ അത് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട്, എനിക്ക് ഈ ഒരു എഡിറ്റിംഗ് വർക്ക് പറഞ്ഞാൽ നല്ല ടൈം എടുക്കും. ഞാൻ അത് കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ കാണും. പിന്നെ ഹോബി നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നെ മനക്കെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി, കുക്കിംഗ് ആണ് മെയിൻ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ തിന്നുക. അതുപോലെ പുതിയ സാധനങ്ങൾ ഇന്നൊക്കെ എൻ്റെ അമ്മ മുട പൊരിച്ചാനൊക്കെ ഏൽപ്പിച്ചാല് മുട എടുത്ത് ഇടിച്ചിന്റെ ശൈക്ക് ഫ്രിഡ്ജിലെത്തൊക്കെ ഉള്ളു നോക്കും. ചിലപ്പോൾ മന്തി മസാലിന്റെ പൊടി ഇടും, ഇങ്ങോട്ട് അതിക്ക് ഉലുവടും ചീരിടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആകെ കൊളാക്കി എരുവാക്കി കൈ കൊടുക്കും. അങ്ങനത്തെ പരീക്ഷണം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹോബീസായിട്ട് അതേനുള്ളൂ. ഹോബീസായിട്ട് പിന്നെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവ് ചെയ്യാൻ എനിക്ക് എല്ലാവർക്കും സ്ഥിരം മയത്ത് കാർ എടുത്ത് പോവുക, മയത്ത് പാട്ട് കേട്ട് പോവുക, അങ്ങനത്തെ ചെറിയ ഹോബീസ് ഉള്ളൂ. അല്ല ദുശീലങ്ങളായിട്ടൊന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അതിനുള്ള വളർന്നൊന്നും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് അതിക്കൊന്നും പോകാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ സ്റ്റില്ലായി പോയി. റിലേഷൻ തന്നെ എനിക്ക് ഇത്രയും കാലത്ത് ഒറ്റ റിലേഷൻ ഉണ്ടാകാൻ കാരണം അതാ. അല്ലെങ്കിൽ ഞാനൊക്കെ ദുമ്മാക്കിനും. നമുക്ക് ഫാമിലി നമ്മളെ മേത്തേക്ക് വരും കുറച്ച് കഴിയുമ്പോൾ. അതായത് ഫാമിലിന്റെ ബാധ്യത വരുമ്പോൾ നമുക്ക് അങ്ങനെ ഇതാക്കാൻ തോന്നൂല. പിന്നെ ഒരു സ്റ്റേബിൾ ആകുമ്പോൾ റിലേഷൻ ഉണ്ടായിരുന്നു. ബാക്കി അങ്ങ് പറഞ്ഞുതരാം. അങ്ങനെയാണ് സംഭവം. അപ്പൊ അത് കിട്ടിയില്ലേ.
പിന്നെ 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 എന്തൂട്ടാ പിന്നെ ആരാ ചോദിച്ചേ? കമ്മിറ്റഡ് അല്ല നിങ്ങൾ പറഞ്ഞു. ഷാഹിദിന്റെ ഫാമിലി 3 നന്നാവാൻ തീരുമാനിച്ചോ? എനിക്കെന്താ പ്രശ്നം? ഞാൻ പരസ്യം ചെയ്യണാണ്. നിങ്ങൾ വിചാരിച്ചു ഷാഹിദ് അതൊക്കെ കട്ടുണ്ട് ഈ പരി വെച്ച കിട്ടി. പരി ആ കട്ടിട്ട് സാധനം ഒന്നും പോലും ഇല്ല. എനിക്ക് പരസ്യം ചെയ്ത് കിട്ടിയ സാധനം മാത്രമേ ഉള്ളൂ. ഒരു 3-4 പെർഫ്യൂം അങ്ങനത്തെ കുറച്ച് സുനാബി മാത്രമേ ഉള്ളൂ. പിന്നെ 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 മാഷല്ല താങ്ക് യു. ഈ ഇമാതിരി വേലത്തരങ്ങൾ കാണിക്കുമ്പോൾ എന്തായാലും നാട്ടിൽ ഫേമസ് ആയിരിക്കുമല്ല നാട്ടുകാർ എടുത്തിട്ട് പഞ്ഞിക്കിട്ട. നാട്ടുകാർ എന്റെ നാട്ടുകാരിന്റെ മുത്താണ്. എന്റെ നാട്ടുകാർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. യൂട്യൂബ് ആയാലും ഇതിനൊക്കെ. പക്ഷെ എന്റെ ഫാമിലി ഇങ്ങനത്തെ ഇതിനൊന്നും വലിയതില്ല. ഓൽക്കോ അല്ല കാര്യം, നമുക്ക് നമ്മളെ കാര്യം. എന്റെ ഫാമിലിക്ക് ഞാൻ അങ്ങനെ ചെയ്യണതും ഇഷ്ടമാണ്. അതൊന്നും ഇഷ്ടക്കേടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ രീതിക്ക് ചെയ്യുന്നു. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഫാമിലിയുടെ കാര്യം ഞാനൊന്നും മെയിൻ ചെയ്യില്ല. ഓൽക്ക് ഇഷ്ടമാണ് ഓൽക്ക് ഇഷ്ടമായിക്കോട്ടെ. ഓൽക്ക് ഇഷ്ടമല്ല ഐ ഡോണ്ട് കെയർ. ഞാനൊന്നും നോക്കില്ല. നമ്മളെ കാര്യം നോക്കുക. ഓലാരും നമുക്ക് ചിലവെന്ത് നമ്മളെ കാര്യം നോക്കിയിട്ട് നമ്മളെ കാര്യം നോക്കി നമ്മൾ ഇതാക്കുക. ഓൽക്ക് ഇഷ്ടമാണോ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കണോ? അതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട്? അത് നിങ്ങൾ എന്ത് കാര്യമല്ലോ കൂടുതൽ ചോദിക്കാൻ പോകരുത്. കൂടുതൽ ചോദിച്ചാൽ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഇങ്ങനെ കളിയാക്കും പരക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ നിർത്തണില്ല കണ്ടാലും എല്ലാവരും ഉണ്ടാകുന്നുണ്ട് അസ്താഫുള്ളാറിന് പോയിക്കോളൂ. അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനത്തെ എപ്പോഴും നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്ക്രിപ്റ്റ് അല്ലേ? ഞങ്ങള് കൂടുതലും സ്ക്രിപ്റ്റ് ആയിട്ടാണ് ചെയ്യല്. ഞങ്ങളതിൽ നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു വീഡിയോയിൽ 30 സെക്കൻഡ്സ് പരസ്യം ഉണ്ടാവും. ആ പരസ്യത്തിനാണ് ഞങ്ങൾ പേയ്മെന്റ് വാങ്ങല്. അങ്ങനെ ഞങ്ങളിപ്പോ പൈസക്കാരാണ് ജീവിച്ചു പോണ് അങ്ങനെ. അപ്പൊ അത് ഞങ്ങൾ പരസ്യം ചെയ്യണതാണ്. ഒരു വെറൈറ്റി. എല്ലാവരും ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ആലുമായകായി സവനപ്പിന്റെ കുപ്പിക്ക് 1 ലിറ്ററിന് 75 റുപ്യ ഞങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു. ഞങ്ങൾ അതെങ്ങനെ വെറൈറ്റി ആക്കാൻ നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ പിടിച്ചിക്കിട്. മനസ്സിലായില്ലേ? അല്ലാതെ സവനപ്പിന്റെ കുപ്പിക്ക് അതെ വെറൈറ്റി. പിന്നെ ഭാവിയിൽ എന്താവാനാ പ്ലാന്? ഞാൻ പറഞ്ഞില്ല, ഭാവിയിൽ ഒന്നൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങി, ഷോപ്പൊക്കെ തുടങ്ങി, എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങിയിട്ട് സെറ്റിൽ ആവണം എന്നുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബ് ആയിട്ടും എനിക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് എനിക്ക് ഇവിടെ ആരും ഇല്ലടാ. സത്യം പറഞ്ഞാൽ സപ്പോർട്ടിനൊരു മനസ്സില്ല. ഞാൻ ഒറ്റക്കാണ്. ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യണം. ഫാമിലി ആരും കൂടെ വരില്ല, ഫാമിലി ഉണ്ടാവില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ആക്റ്റീവായ ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈബാക്കി ചില്ലാക്കി എടുക്കാം. എങ്ങനെ മറ്റിവിടെ ആരും സപ്പോർട്ടൊന്നും. ഞാൻ ഇൻഡസ്ട്രിയത്തിന് ചെയ്യുന്നു. നിങ്ങൾ വിചാരിച്ചു ഫാമിലി ഷാഹിദിന്റെ ഫാമിലി വൗ ബ്രോ സൂപ്പർ എന്നൊന്നും പറയുന്നില്ല. എന്തേലും ചെയ്തുകൂടെന്ന് അറിയും. ഞാൻ ഇൻഡസ്ട്രിയെല്ലാം ചെയ്യും. പിന്നെ ഇവിടെ ആകെ അറിയാലോ 2 ആളുള്ളൂ, ഞാൻ എമ്മി മാത്രമേ ഉള്ളൂ. ഇമ്മ ക്യാമറ ഓണാക്കിയ പാറിന് മണ്ടു. ഞാൻ മണി കാണിച്ചു തരാം. ലാസ്റ്റ് നമുക്ക് അവിടെ വക്കൂട്ടി ഇരിക്കുന്നുണ്ട്. നല്ലൊരു സാഹചര്യം നിങ്ങൾ കാണിച്ചു തരാം. ഇന്റെ അതേ മാറ്റം ഇതേ മോന്തേക്കടി. എന്നാ ഷാഹിദ് കല്യാണം ഒന്നും ഇപ്പൊ ആരും പ്രതീക്ഷിക്കണ്ട. എല്ലാരും തെക്കോട്ട് നോക്കിയിരുന്നോളി. പിന്നെ എന്നാ ഇത് ഫുള്ള് പിന്നെ സ്ഥലം നിങ്ങൾക്ക് അറിയാലോ, മലപ്പുറം കോട്ടക്കൽ ചങ്കൊട്ടിട്ടാ. ശരിക്കും അടിച്ചു മാറ്റുന്ന കടയിൽ നിന്നും പ്രൊമോഷൻ ചെയ്യുവാണോ? ഓൺലി പ്രൊമോഷൻ. ഞങ്ങൾ ശരിക്കും അടിച്ചു മാറ്റിയില്ല കേട്ടാ. ഓക്കെ, ഇനിയിപ്പോ എന്താ മക്കളെ, ഇതാണ് എല്ലാരും റിപ്ലൈ. അജ്മൽ കാർ ഡ്രൈവ് ചെയ്യോ? ഇത്ര ചെയ്യും. കട്ട സാധനങ്ങൾ എന്താ ചെയ്യല്? കട്ട സാധനങ്ങളുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. പിന്നെ നമുക്ക് എന്ത് ആവശ്യമുള്ള പോലെ ചോദിച്ചാൽ തന്നെ തരും. നമ്മൾ ഓൾറെഡി പരസ്യം ചെയ്യണമല്ലോ. ഇത് എടുക്കട്ട് വെച്ചാൽ അടുത്ത് പറഞ്ഞാൽ നമ്മൾ എടുക്കും. നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ എടുക്കും. അജ്മൽ കാർ ഡ്രൈവ് ചെയ്ത് നോക്കണ്. അജ്മൽ കാർ ഡ്രൈവ് ചെയ്യും, ഓൾമോസ്റ്റ് ചെയ്യും. അവൻ ഒന്നും കൂടി റെഡി ആവാനുണ്ട്. പക്ഷെ അവൻ ചെയ്യലുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ ഒന്നുകൂടി പറപ്പിച്ച് ചെയ്യും. ഓക്കെ, എവിടെ ആണ് വീട്? കറക്റ്റ് സ്ഥലം പറഞ്ഞു. മലപ്പുറം കോട്ടക്കൽ ചങ്കുവട്ടി കുണ്ട്, അവിടെയാണ് കറക്റ്റ് സ്ഥലം. ഇനിയിപ്പോ എന്താ ഉള്ളത്? കോഴിക്കോട് ബീച്ച് കാണിച്ചു തരുമെന്നോ? കോഴിക്കോട് ബീച്ച് യൂട്യൂബിൽ ഇട, ഇൻസി എടുക്കാം, കോഴിക്കോട് ബീച്ച് അടിച്ച അപ്പൊ ഒരു ഫോട്ടോ കണ്ട് വരും. പിന്നെ വേറെ പൊത്തും ഇല്ലല്ലേ? നിങ്ങൾ എല്ലാവരും ചോദിച്ചാണ്. വീഡിയോ എല്ലാം സൂപ്പർ. അജ്മൽ ചേട്ടൻ കമ്മിറ്റ് ഇടുക. നമുക്ക് അജ്മലിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഷാഹിദിന്റെ ഡീറ്റെയിൽസ് കാര്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ എന്തായാലും ഷാഹിദിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കോ. അജ്മൽ കമ്മിറ്റഡ്, ഷാഹിദ് കമ്മിറ്റഡ്, അജ്മൽ ഷാഹിദ് ഏജ് എനിക്ക് 23, അജ്മലിന് 19 or 20. 19 ആണ്. ഇപ്പൊ നിലവിൽ ഓന് 19 വയസ്സാണ് അജ്മലിന്. അജ്മലും ഷാഹിദും ഞാനും അജ്മൽ എങ്ങനെ കണ്ടുമുട്ടിയെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഞാനും അജ്മലും കണ്ടുമുട്ടണേ ഞങ്ങളിവിടെ ഒരു ഇതുണ്ട് കേട്ടോ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഇതിന് പോവും. ഏത്? മജ്ലിസുന്നൂർ ഉണ്ട്. മജ്ലിസുന്നൂർ പറഞ്ഞാല് മറ്റേ ചെല്ലാൻ പോലെ. ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും
ഞങ്ങൾ മജ്ലിസുന്നൂറിന് ചെല്ലാം. മജ്ലിസുന്ന് പറഞ്ഞാൽ സുബൈക്ക് വെള്ളിയാഴ്ച നമ്മൾ ദിക്റും ഖുറാനൊക്കെ ഓതാൻ പോലുണ്ട്. ഞാനും അജ്മലും ആദ്യം ഞാൻ ഇപ്പോൾ പോകുന്നുണ്ട്, ആ നല്ല ചക്കറാണ്. അങ്ങനെ പോകുന്ന ടൈമിൽ അവിടുന്നാണ് ഞാൻ അജ്മലിനെ ആദ്യമായിട്ട് കണ്ടത്. അങ്ങനെ നോക്കി ഞാൻ ഞങ്ങൾ കണ്ട ആ ടൈമുള്ള ഫോട്ടോ ആണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചത്. അങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് നല്ല ഈമാനായിട്ടാണ് ഇതിൽ ഇരിക്കൽ. ഈ ഫോട്ടോ നോക്കി ഞാൻ കാണിച്ചത്, അക്ഷു ഫോട്ടോ കാണും ഇതാ ഇങ്ങനെ. അന്ന് അങ്ങനെയാണ് ഞാൻ അജ്മലിനെ കണ്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ പരിചയമായി. പിന്നെ ഞാൻ എൻ്റെ വർക്കിന്റെ അജ്മലിന്റെ അവസ്ഥ നോക്കുകയാണ്. അജ്മലിനും കമ്പനി, എനിക്ക് പൊതുവെ കമ്പനിക്കാർ കുറവാണ്. ഞാൻ, അജ്മല്, ആരിസ്ക, പിന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു 4-5 ആൾക്കാരുടെ എൻ്റെ ഏജ് വെച്ച് നിങ്ങൾക്ക് അറിയാലോ ഉള്ളൊരു കുറേ ആൾ ഗൾഫ്. അതുകൊണ്ട് കമ്പനിക്കാർ വരല എന്നാണ് കമ്പനിക്കാർ മാത്രമേ ഉള്ളൂ. അജ്മലിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ഞാൻ, ആരിസ്ക, ഓൻ്റെ വീട്ടിൽ നിന്ന്, ഓൻ്റെ വീട്ടുകാര്, പിന്നെ വളരെ കുറച്ച് ഓൻ അങ്ങനെ കൂടുതൽ ആയിട്ട് കമ്പനി ഇല്ല. ഞാനും അങ്ങനെ കമ്പനി ഇല്ല. കൂടുതൽ ചങ്ങന്മാരുണ്ടായിട്ടൊന്നും കാര്യമില്ലടാ. അങ്ങനെയാണ് സെറ്റ്. ഷാഹിദ് അതൊക്കെ നിങ്ങൾ ചോദിച്ചാണ് ഈ ഏത്തടി ഫുള്ള് സിബ്ലിങ്സ് ഉണ്ടോ? സിബ്ലിങ്സ് പറഞ്ഞാല് എനിക്ക് ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ വലിയ മാറ്റമൊന്നുമില്ല. എനിക്ക് 23 വയസ്സ്, ഓക്കെ 20 വയസ്സെങ്ങാനാണ്. ഓള് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ അളിയൻ്റെ കൂടെ പോയി. അളിയൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. പെങ്ങൾക്ക് ബേബി ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഞാൻ മാമനാവാനും പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷം. ഫാമിലി വ്ളോഗൊന്നും എടുക്കലില്ല. എത്ര നിങ്ങൾ ഇതൊന്നും ചോദിച്ചില്ലേ? ഗേൾഫ്രണ്ടിന്റെ നെയിം പറയുമെന്ന് പറയാൻ ലൈക്കടി. ഗേൾഫ്രണ്ടിന്റെ നെയിം പറഞ്ഞാലേ അത് മിക്കവാറും ഓളെ പെരിയ പ്രശ്നമാവും. വെറുതെ നമ്മളാച്ച് ഇഷ്യൂ ഉണ്ടാക്കി കൊടുക്കണ്ട. സോറി, ഗേൾഫ്രണ്ടിന്റെ നെയിം ഗേൾഫ്രണ്ടിന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ട്. എനിക്ക് ഒരു ഗേൾഫ്രണ്ട്, അത് തേച്ചിപ്പോ എക്സ് ആണ് ഞങ്ങള്. പക്ഷെ ഞങ്ങൾ എപ്പോഴും കമ്പനി ഒക്കെ ഉണ്ട്. ഓളെ പേര് പറഞ്ഞ ഓളെ അനിയൻ ഈ വീഡിയോ കാണുന്നുണ്ട്. ഇന്റെ താത്താനെ ഇവൻ നോക്കിയിട്ട് കാരണം തല്ലുണ്ടാക്കാ. ഞാൻ വെറുതെ പറഞ്ഞു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പേര് പറഞ്ഞ നമ്മൾ മോശമായി പോകും. ഓളെ വീട് തിരൂരാണ്. നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പറഞ്ഞുതരാം. തിരൂരല്ല, തിരൂരിൽ നിന്നും കുറച്ച് അങ്ങോട്ടേണ്ടോ പോകണം. അവിടെ എങ്ങനെയാണ് ഓളെ വരാം. അപ്പൊ ഞങ്ങളെ ബ്രേക്കപ്പ് ആണ്. ഇപ്പൊ ഞാൻ സിഗ്മ ബോയ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നോർമൽ ഇതരുണ്ടെങ്കിൽ ഏതെങ്കിലും പെണ്ണിനോട് അതൊന്നുമില്ല. ചലഞ്ച് തുടങ്ങാൻ കാരണമായ ചലഞ്ച് തുടങ്ങാനുള്ള കാരണം, നല്ലൊരു ചോദ്യം. ചലഞ്ച് തുടങ്ങാനുള്ള കാരണം നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ആദ്യം വ്ളോഗിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചലഞ്ച് ഒരു വെറൈറ്റി, നമ്മളെപ്പോഴും എല്ലാതും ഒരേപോലെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യണ്ടേ, അതങ്ങനെയാണ് നമ്മൾ ചലഞ്ച് തുടങ്ങിയത്. ചലഞ്ച് തുടങ്ങാൻ കറക്റ്റ് ചലഞ്ച് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഷെബിമോ എന്ന് പറഞ്ഞ എൻ്റെ ചങ്ങായി ഉണ്ട്. ഓനാണ് ആദ്യം ചലഞ്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓൻ്റെ ഉള്ള ഒരു പോരായ്മ എന്താ വെച്ചാൽ ഓൻ ചലഞ്ച് ചെയ്യുമ്പോൾ ഓന് ഇപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി എന്തെങ്കിലും, അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഒരു പെണ്ണിന്റെ കൂടെ സെൽഫി എടുക്കുമ്പോൾ ഓൻ കമന്റ് വായിച്ചിക്കാണ്ട് ഓൻ വേറെ ഒരു ബന്ധുവില്ലാത്ത സാധനത്തിന്റെ പ്രൊമോഷൻ ചെയ്തിട്ട് അത് ചെയ്യലുള്ളൂ. ഞാൻ നേരെ എന്ത് ചെയ്ത്, ഞാൻ ധൈര്യമുണ്ടെങ്കിൽ പെണ്ണിന്റെ കൂടെ നമ്മളെ ഐക്കുള്ള ഇറങ്ങലായി അതിൻ്റെ ഉള്ളിൽ കൂടെ പരസ്യം ചെയ്തിട്ട് മാത്രമേ ഞാൻ സംഭവം ചെയ്യലുള്ളൂ. അവിടെ നമ്മളുടെ ഓന് ഞാൻ മാറ്റം, ഞാൻ ഓൻ്റെ നിന്നാണ് സംഭവം ഞങ്ങൾ ഇത് കോപ്പി അടിച്ചത്. ചോന കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ കാണുന്ന രൂപത്തിലായി ആയിക്കൊരു എന്തൊരു അത് ഡയലോഗ് കയറ്റി ഒക്കെ നമ്മളെന്നെ ഞാൻ ഒരു കൈവേറി തന്നെ അങ്ങനെ തീരാ വിട്ടേക്ക്. അപ്പോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എവിടുന്നാന്ന്? വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാല് വീഡിയോ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഏണിങ്സ് വേണ്ടേ, മെയിൻ അത് തന്നെ. വീഡിയോസ് എനിക്ക് നല്ല താല്പര്യമാണ്. പിന്നെ ആസ് എ ഒരു ഏണിങ്സ്, നമ്മൾ പൈസ ഉണ്ടാക്കുക, നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ള രൂപത്തിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ഞാൻ നല്ലൊരു ഉള്ള സോലിയത്തായ കുട്ടിയാണ് അങ്ങനെ തന്നെയാണ്. പ്ലേസ് എവിടെയാണ്? അബൌട്ട് യുവർ ലൈഫ് ഫാമിലി. അങ്ങനെയാണ് പോണത്. എൻ്റെ പാസ്റ്റ് കുറച്ച് മോശമാണ്. പാസ്റ്റ് പറഞ്ഞാൽ ഏതാ, കഴിഞ്ഞ കാലം കുറച്ച് മോശമാണ്. കാരണം അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ ആളില്ലാത്ത അത് ഇവിടെ പണി അവിടെ പണി ഇവിടെ പോയി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വീട്ടിൽ നമ്മൾ ഒരാളോട് ചോദിച്ചാൻ പറ്റൂല. എനിക്ക് ഫോം ആണെങ്കിൽ ഞാൻ ഒരു കൊല്ലം പണിയെടുത്തിട്ട് ഞാൻ ഫോം വാങ്ങി. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഫോണ് iPhone 15 Pro Max 512 ഒരു കൊല്ലം പണിക്ക് വയ്ക്കണേ. പക്ഷെ ഇപ്പോൾ സെറ്റാണ്. ഇപ്പോൾ കൊല്ലം കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രതീക്ഷിക്കാതെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ലൈഫിൽ. വണ്ടിയായാലും ബൈക്കായാലും കാറായാലും സെറ്റാണ്. വീടായാൽ പോലും ഞാൻ കാണിച്ചു തന്നെ നമുക്ക് സമാനത്ത് കാണാം. നമുക്ക് എൻ്റെ പെരക്കാരെ പരിചയപ്പെടുത്തുന്നു. അത് നമുക്ക് നോക്കാം. അതിന്റെ പെരക്കാരെ വ്ളോഗിൽ വരില്ല, എന്നാലും ചെറിയ രൂപത്തിൽ നമുക്ക് കാണിച്ചാം. ഓക്കെ, നോക്കാം. എന്തെങ്കിലും ചലഞ്ച് ചെയ്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഓൺലി സ്ക്രിപ്റ്റഡ് ചലഞ്ച് ബ്രോ. അതുകൊണ്ട് പിടിച്ചൂലല്ലോ, പിന്നെന്താ പേടില്ലല്ലോ.
പിന്നെ അപ്പൊ അതൊക്കെയാണ് കാര്യം. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞില്ല എന്ത് വെറൈറ്റി ഉണ്ടാവും തപ്പി നോക്കട്ടെ. ആർക്കും എന്ത് ഒരു ദിവസം കോട്ടക്കൽ ആട്ടേരി സ്കൂളിലേക്ക് വരും. ഇൻഷാല്ലാ നമുക്ക് ഒരു ദിവസം വരാം. പിന്നെ 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 നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടോ? സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ കൂടപ്പറപ്പല്ല ഉദ്ദേശിക്കുന്നത്. നജ്മലിന്റെ ഏജ്, ഷാഹിദിന്റെ ഏജ്, ലൊക്കേഷൻ, ഫാമിലി മെമ്പർ, ജോബ്, സ്റ്റഡി എല്ലാം പറഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം പറഞ്ഞ്. പിന്നെ Q&A എന്ത് പറയുമെന്ന് പറയുമ്പോൾ അർച്ചന ഒരാൾ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തല്ലല്ലേ, ഞാനും ടിന്റെ പേര് പറഞ്ഞു, അർച്ചനന്റെ പേര് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്ന് വീഡിയോക്ക് ഫാമിലിയുടെ റിയാക്ഷൻ എന്താണ്? ഞാൻ ഇടുന്ന വീഡിയോക്ക് ആദ്യന്റെ പേര് ആരെ കാണാറ്? ഞാൻ ഇട്ട വീഡിയോ ആദ്യം എൻ്റെ അമ്മയെ കാണില്ല. ഇന്റെ അമ്മ 4 വട്ടം കാണും. വാ മോനെ സത്യം, ഇന്റെ അമ്മ ആ കാലത്ത് ഭയങ്കര സപ്പോർട്ടാ. എന്റെ ഫാമിലി വലിയ ഇതില്ലാത്തുള്ളൂ. ഓല് അല്ല ഫാമിലി സപ്പോർട്ടല്ല, ഓല് നിൽക്കുന്ന ഇടപെടലില്ല, ഞങ്ങൾ നോക്കില്ല. ഞാൻ വീഡിയോ ഇട്ടാ ഫാസ്റ്റിന്റെ അമ്മേനെ ഇങ്ങനെ വീഡിയോ ഇട്ടാ നോക്കട്ടെ. എന്റെ അമ്മ അത് 3 വട്ടം കാണും. രസമുണ്ട്, നേക്കുണ്ട്. എന്റെ അമ്മ ഞാൻ എന്തിട്ടാലും ആദ്യം എന്റെ അമ്മയെ കാണല്. ഇന്നലെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോ കഴിഞ്ഞ കാണാനായ എന്റെ അമ്മ അത്ര ആ കാര്യത്തിൽ എന്റെ അമ്മ മുത്താണ്. എന്റെ അമ്മ അപ്പോഴും ചോദിച്ചു വീട്ടിൽ നിന്ന് എനിക്ക് ആ കാര്യത്തിൽ വീട്ടുകാർക്കും ഇതിലൊന്നും യാതൊരു ഇതുമില്ല. ഓല് അവൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ഓന്റെ കാര്യം നോക്കുന്നുണ്ട്. അല്ലാതെ കുറ്റം പറഞ്ഞും കൊണസ്റ്റ് പറഞ്ഞൊന്നും ആരും വരില്ല. ഞാൻ അങ്ങനെ വന്നാലും ഐ ഡോണ്ട് കെയർ, ഞാൻ ഒന്നും നോക്കില്ല. പിന്നെന്താ പ്ലേസ് ഒക്കെ പറഞ്ഞില്ലേ. അൻഫാസുമായുള്ള ബന്ധം. അൻഫാസിനെ ഞാൻ പരിചയപ്പെടുന്നത് അജ്മൽ വഴിയാണ്. അത് ഓല് കുറച്ച് ഫാഷന്റെ പരിപാടിയൊക്കെ ചെയ്യലുണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ അൻഫാസിനെ പരിചയപ്പെടുന്നത്. എനിക്ക് അത്രമാത്രമുള്ളൊരു പരിചയമേ ഉള്ളൂ. കാരണം അജ്മലിന്റെ ഒരു ഫാഷൻ മോഡലിംഗ് ടീമത്തെ കുറച്ച് ആൾക്കാരായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ ഇതില്ല. ഫ്രണ്ട്സ് ആണോ ചോദിച്ചാൽ ജസ്റ്റ് എ ഫ്രണ്ട്സ്, പരിചയമുണ്ട്, അത്രമാത്രം. എത്ര ഞാൻ എഞ്ചിനീയറിംഗ് വരെ പഠിച്ചു, കല്യാണം കഴിച്ചു. നീയൊക്കെ പറഞ്ഞാണ് ഇത്. എത്ര ഈകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥലം പറഞ്ഞു, അജ്മലിന്റെ പ്ലേസ് പറഞ്ഞു. ഒക്കെ ഞങ്ങൾ തൊട്ട അൽവാസികളാട്ടോ, അതുകൊണ്ട് പ്ലേസ് എല്ലാവരും ഒന്നാണ്. നിങ്ങൾ കമ്മിറ്റ് ഒക്കെ പറഞ്ഞു. ഇനി എന്തിനൊന്നും പറയാനില്ല. ലൈനുണ്ടോ ഇല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ലൈനിന്റെ കാര്യം പറഞ്ഞില്ലേ? സെറ്റാണ്, സെറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, സെറ്റാണ്. ഷാഹിദ്, അജ്മൽ ഇതൊക്കെ ചോദിച്ചടഞ്ഞില്ല. നിങ്ങൾ എത്ര പറയാൻ കുറെ നാളായി ചോദിക്കണു. നിങ്ങൾ എത്ര കുറെ നിങ്ങൾ ഏത് പാർട്ടിയാണോ? അങ്ങനെയുണ്ട്. മറ്റേ ലീഗ്, കോൺഗ്രസ് അങ്ങനത്തെ പാർട്ടി. എനിക്ക് രാഷ്ട്രീയമായിട്ട് ടച്ച് ഭയങ്കര കുറവാ. ബട്ട് ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഇലക്ഷൻ ഇല്ലേ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലല്ല. അതായത് 10 കൊല്ലം LDF ഭരിക്കുമ്പോൾ നമുക്ക് ആരായാലും പുതിയൊരു വർഷം UDF ഭരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹം എനിക്കുണ്ടായിന്. എനിക്ക് അങ്ങനെ പാർട്ടിയായിട്ടും ബന്ധമില്ല. എനിക്ക് UDFനോട് ഒന്നും കൂടി ഇഷ്ടമുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ മറ്റേ കൊടി പിടിച്ചാലും വെടിയക്കാരും ഇതിനൊന്നും ഞാൻ പോലില്ല. ഇക്കാര്യൊന്നും ഇഷ്ടമല്ല. ഞാൻ സ്വന്തം കാര്യം ആദ്യം നോക്കിയിട്ട ഇങ്ങോട്ട് ബാക്കിയുള്ളു. ഷാഹിദിക്ക പ്രശ്നമൊന്നുമില്ലല്ലോ. ഷാഹിദിക്ക സുഖല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. സുഖാടാ മുത്തുമണി, ഹാപ്പി ആയിരിക്കണം, കുഴപ്പമൊന്നുമില്ലടാ, കാര്യങ്ങളൊക്കെ ഓക്കെ. ഞാൻ കല്യാണത്തിന് മുമ്പ് കുറെ ആൾക്കാരെ കണ്ടുടാ. കുറെ ഒരുപാട് കുട്ടികൾ നല്ലോണം എൻ്റെ വീഡിയോ കാണലുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കട്ടെടുക്കുന്നത് നിങ്ങൾ പോയി കട്ടെടുക്കരുതിട്ട്, ആകെ അടി കൊണ്ട് പ്രശ്നമാവും. ഇക്കാതെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ എവിടെ പോയാലും അറിഞ്ഞ ആൾക്കാരുണ്ട്, കുറെ കുട്ടികളുണ്ട്. എല്ലാവരും ഫാൻസ് ഒന്നും, നിങ്ങൾക്ക് ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് ഈറണേ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും നമ്മളെ സ്വന്തം ബഡീസ്, എല്ലാവരും സ്വന്തക്കാരെ പോലെ, അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എൻ്റെ പേര് പറയുമ്പോൾ അഖിൽമോൾ ഫാമിലി മെമ്പർ. എന്തെങ്കിലും കാലത്ത് കഴിഞ്ഞ ആഗ്രഹം, എവിടെ പ്ലേസ്, നാട് എവിടെയാണ് ഒക്കെ പറഞ്ഞില്ല. ഇനി ഒന്നുമില്ലല്ലോ. പെണ്ണില്ല പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്നത് ഫേക്ക് ആണോ? അതും പറഞ്ഞു. ഇനി ഒന്നുമില്ലല്ലോ പറയാനേ. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരാം. ഫേവറേറ്റ് മൂവി ഹോം പ്രൈം തരുമോ? വരുമോ? തരുമോ? ഓക്കെ. അപ്പോ ഇനി എന്താ ഫേവറേറ്റ് മൂവി ചോദിച്ചാല്, അങ്ങനെ ചോദിച്ചാല് ഞാൻ എല്ലാരും ചെയ്യണ, ഞാൻ ഫുഡ് കഴിക്കാൻ നേരത്തെ ഫോൺ തുറന്നു വെച്ചുകൊണ്ട് മറ്റേ യൂട്യൂബിൽ നിന്ന് കോമഡി മൂവി കണ്ട് ചോർന്നു. അങ്ങനെ ഇത് ഫേവറേറ്റ് മൂവി ഇല്ല. ഉറക്കം വരുമോ? ഇന്നലെ ഒക്കെ നല്ല പണിയിടും. ഇവിടെ രാത്രി അപ്പൊ കറണ്ട് പോയിട്ട് ഉറക്കം വരില്ല. ഉറക്കം വരണ്ടേ. എന്റെ നെയിം പറയും. ഞാൻ സബ്സ്ക്രൈബർ ആണ്. സുമയ്യാഫിക്. ക്രഷ് ഉണ്ടോ? നല്ലൊരു ചോദ്യം. ക്രഷ് ഉണ്ടോ എന്ന് ചോദിച്ചാല് എനിക്ക് ഇപ്പൊ നിലവിൽ ക്രഷ് ഒന്നുമില്ല. ഞാൻ എൻ്റെ എൻ്റെ ലൈൻ പോയിന്റ് വെച്ചാൽ പിന്നെ എനിക്ക് അങ്ങനെ ആ രീതിക്ക് ഒരു ഇതിക്ക് നിന്നിട്ടില്ല. അതായത് ലൈൻ ഉണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തിട്ട് ആരോടായാലും മുഖത്ത് നോക്കി പറയും, പേടിയില്ല. അവൾ ധൈര്യമുള്ളത്.
സനാസഫ Q&A വരുമ്പോ പേര് വിളിച്ചാൽ പറയാണ്. സനാസഫക്കുരായി എല്ലാരും ഉണ്ട്. നിങ്ങൾ ഇനി ഒന്നുമില്ലല്ലോ ബ്രോ ഫുൾ നെയിം മുഹമ്മദ് ഷാഹിദ് അഫ്രീദി MP. ഓക്കെ, ഇനി ഒന്നുമില്ലടാ. ഇനി എല്ലാം നിങ്ങൾ ഒരട്ടം ചോദിച്ചാൽ ഞാൻ വെറുതെ വീട്ടിൽ സപ്പോർട്ട് വെറുതെ നീട്ടി കൊണ്ടുപോകണ്ട. കട്ട മുതൽ നിങ്ങൾ കല്യാണം കട്ട മുതലൊന്നുമില്ല. എനിക്ക് കിട്ടിയ കുറച്ച് സാധനം വേണമെങ്കിൽ കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി. നീ മണി ഫാമിലിയും കാണാൻ പറ്റുമോ? എൻ്റെ അമ്മ അവിടെ വക്കൊട്ടിക്കുണ്ടോ? എൻ്റെ അമ്മ ക്യാമറ കണ്ടാൽ മണ്ടും. അപ്പോൾ ഞാൻ ഈ എൻ്റെ അടുത്ത് കട്ട സാധനമൊന്നുമല്ല, അത് അല്ലാത്ത സാധനം കാണിച്ചു തരാം. ഞാൻ ആദ്യം ലൈറ്റ് ഇട്ടട്ടെ, ലൈറ്റ് ഓഫ് ആണ്. ഓക്കെ, ഇനി ഇത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ 0.5 ആവും. കട്ട സാധനമൊന്നും ഇല്ല എൻ്റെ അടുത്ത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കുറച്ചിട്ടുണ്ട്. ഇതിപ്പോ എനിക്ക് വീഡിയോ അമ്മ കിട്ടണടാ. ഐ തിങ്ക് ഇത് ഞാൻ ഈ മൈക്കും ഇതും കൂടി ശരിയാവില്ലല്ലോ. ഒരു കാഞ്ച ഇങ്ങനെ പിടിച്ചാ. ഒരു മിനിറ്റ് ഗൈസ്, ഇവിടെ വെച്ചോട്ടെ. യോ ഓക്കെ, ഇത് ഞാൻ ഒരു കൊല്ലം പണിക്കോയി ഉണ്ടാക്കി ഫോണാണ്. ഒരു കൊല്ലം iPhone 15 Pro Max 512. പിന്നെ ഇതൊക്കെ നമുക്ക് പ്രമോഷൻ ചെയ്യുമ്പോൾ കിട്ടി. അതൊന്നും ഞാൻ അടിച്ചാറ്റില്ല. ഫുള്ള് സാധനം ഈ പെർഫ്യൂം ഇതൊക്കെ പരസ്യം ചെയ്ത് കിട്ടണതാണ്. ഞാൻ പ്രത്യേകിച്ച് ഇതിനായിട്ട് ഒന്നും ചെയ്യലൊന്നുമില്ല. പിന്നെ ഇതിന് മേലെ കുറച്ച് സാധനം. ഇവിടെ വീടിന്റെ പണി നടക്കുകയാണ്. അതുകൊണ്ട് ഈ സാധനങ്ങൾ മൊത്തം ഞാൻ ഇതിന് മേലക്കാം. ഇത് ഇതൊക്കെ ഇതിന് മേലക്കാണ്. ഇത് പ്ലേ ബട്ടൺ ഉണ്ട്. പിന്നെ ഇത് ഇന്ത്യ അജ്മലി ഫോട്ടോ ആണ്, അതുണ്ട്. പിന്നെ മറ്റേ സാധനം ഉണ്ട്, ഒരു പൈസയും ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം, മറ്റേ ഗോൾഡും പൈസ ഒക്കെ ഉള്ള അതിന്റെ ഒരു സാധനത്തിന്റെ ഫ്രെയിം ഉണ്ട്. ഇതൊക്കെ മൊത്തം മൂടിയിട്ടൊക്കെയാണ്. അങ്ങനെ കുറെ സാധനം. ഞാൻ വീടിന്റെ അപ്ഡേഷൻ പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചിട്ട് ഏകദേശം അങ്ങനെ കഴിയാനേക്കാണ്. അപ്പോ അതാണ് സംബന്ധം. നിന്റെ അമ്മനെ കാണിച്ചിട്ട. നിന്റെ അമ്മ അല്പം മണ്ടു. വ്ളോഗാണമ്മ. നിങ്ങൾ തലയിൽ തട്ടടി. നിങ്ങളെ കാണിച്ചൊരു ചോദിച്ചിട്ടുണ്ട് എല്ലാരും, കുട്ടികളൊക്കെ. ഇന്റെ അതേ മുഖച്ചായണെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും പൂതി. തട്ടിട്ട് വരി. ഞാൻ ചിന്നപ്പോ ഇവിടെ എന്നെ കാണിച്ചു കണ്ട. ഇതാണ് ഇവിടെ ഇന്റെ പരിത്തെ വേറെ ആളെ കാണിച്ചു തരാ. ഇതാണ് മീറ്റ് മിസ്റ്റർ ചിന്നപ്പൻ. ഓനെ കൊണ്ടുപോല. എന്റെ പരിത്തെ സുട്ടാപ്പി സാനുവിന്റെ പൂച്ച, എന്റെ പെങ്ങളെ പൂച്ച. ചിന്നപ്പാ നിങ്ങൾ തട്ടടി. എന്റെ അമ്മ തട്ടട. ഞാൻ ഒരു ദിവസം കാണിച്ചെന്റെ ആദ്യം ഏതെങ്കിലും ഞാൻ ഫോട്ടോ കാണിച്ചു തരാലോ. എവിടെ? ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ Q&A എന്ന് പറഞ്ഞാൽ. Q&A കുട്ടികൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞെങ്കിൽ നിങ്ങൾ എല്ലാവരും സഹായിക്കുക. ബാക്കി നമുക്ക് സെറ്റ് ആക്കാം. അപ്പോ ഓക്കെ, എന്നാ ഇതിനെ കുറിച്ച് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അടുത്തൊന്നും Q&A ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ബൈ.